السلام عليكم ورحمة الله وبركاته. حديث ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم مر على رجل من الأنصار وهو يعظ أخاه في الحياء فقال رسول الله صلى الله عليه وسلم دعوه فإن الحياء من الإيمان. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഈമാനിൽ ബാബുൽ ഹയാഇ മിനൽ ഈമാൻ എന്ന ബാബിലായി ലജ്ജയെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ ഒരു ഹദീസിൽ അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളിൽ ഒരാളുടെ അരികിലൂടെ നടന്നുപോയി. അപ്പോൾ ആ വ്യക്തി തൻ്റെ സഹോദരന് ലജ്ജയെക്കുറിച്ച് ഉപദേശിക്കുകയായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക, ലജ്ജ സത്യവിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ലജ്ജയെക്കുറിച്ചുള്ള പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എത്രത്തോളം ഇസ്ലാമിലെ ലജ്ജയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലജ്ജയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിലേക്ക്, സാമൂഹ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അതെത്തിക്കുമെന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലജ്ജയില്ലാത്ത ഒരു സമൂഹത്തെ നിങ്ങൾ ലജ്ജ കൊണ്ട് ഉപദേശിക്കണം, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് അതിൻ്റെ സാരമായിട്ട് ഉൾക്കൊള്ളാവുന്നതാണ്. അത്രത്തോളം ഇസ്ലാമിൽ ലജ്ജയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ആളുകളെ ലജ്ജ കൊണ്ട് നിങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുക. അല്ലാഹു റസൂലുഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.